ഓം ശാന്തി. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് തകർന്നുപോയ ബന്ധങ്ങളെ നന്നാക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക്. ഒരു കാര്യം ഞാൻ അറിഞ്ഞിടത്തോളം, ബന്ധങ്ങളിലെ തകർച്ച മനുഷ്യന്മാരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. മറ്റ് സാധനങ്ങൾ നഷ്ടമായ ഒരു മനുഷ്യനുണ്ടാവുന്ന ദുഃഖത്തിനേക്കാളും മാറ്റാനാവാത്ത പോലെ നമുക്ക് തോന്നിപ്പോകുന്ന, ആഴത്തിൽ മുറിവേറ്റു നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബന്ധങ്ങളിലുണ്ടാവുന്ന തകർച്ച. അങ്ങനൊരു അവസരം വരുമ്പോൾ നമ്മൾ ആദ്യം വിഴുങ്ങുന്നതായിരിക്കുന്ന രാക്ഷസനാണ് നിരാശ. ഞാൻ ഇത്ര നന്നായി സ്നേഹിച്ചിരുന്നു, എന്നിട്ട് അവരെന്നെ വിട്ടുപോയില്ലേ. ഞാൻ എത്ര വിശ്വാസത്തോടെ എൻ്റെ ഭർത്താവിനോട് ഞാൻ എല്ലാം പറയുമായിരുന്നു, എന്നിട്ടും എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ. ഞാൻ എത്രമാത്രം സ്നേഹത്തോടെ കെയറോടെ എൻ്റെ വൈഫിനോട് പെരുമാറിയിരുന്നു, എന്നിട്ടും എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നുണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെയാവുന്നുണ്ടല്ലോ. ഇങ്ങനെ ബന്ധങ്ങളിൽ ഏതിനാണോ നിങ്ങൾ വളരെയധികം മൂല്യം കൊടുത്തിരുന്നത്, നമ്മൾ മൂല്യം കൊടുത്തൊരു ബന്ധം നമ്മുടെ അടുത്ത് അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ചതിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് അകന്നു പോകേണ്ട ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും ആ വേദന നമ്മുടെ ഊർജ്ജത്തെ പൂർണ്ണമായിട്ട് താഴെക്കളയും. ചില നിമിഷം മനുഷ്യന്മാർ ചിന്തിച്ചു പോവും, എനിക്ക് ഈ ഭൂമിയിൽ ഇനി ജീവിക്കേണ്ട, ഇവരില്ലെങ്കിൽ എനിക്ക് ആവില്ല എന്നൊക്കെ പോലും മനുഷ്യന്മാർ വിചാരിച്ചു പോകുന്ന രീതിയിൽ ഒരുപാട് നിരാശ ഉണ്ടാക്കുന്നൊരു സാധനമാണ് ബന്ധങ്ങളുടെ തകർച്ച എന്ന് പറയുന്നത്. അതിനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ കാര്യത്തെ മനസ്സിലാക്കി, നമ്മുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരിങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നമ്മൾ കണ്ടു, അതിനു വേണ്ടി നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്തു. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് സ്നേഹത്തോട് ജീവിച്ച ആ നിമിഷങ്ങളെ ഓർത്തെടുത്തു. നല്ല ഫ്രണ്ടായിട്ട് ഒന്നിച്ച് നമ്മൾ ടൂർ പോയതായിട്ടുള്ള നിമിഷം ഓർത്തു, ഒന്നിച്ച് പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്തു. ഇങ്ങനെ പല രീതികളിലും ആ ബന്ധത്തിന് സുഖപ്പെടുത്താൻ വേണ്ടിയുള്ള വിഷ്വലൈസേഷനൊക്കെ ചെയ്തു, പ്രവർത്തിച്ചു നോക്കി. എന്നിട്ടും നമുക്ക് എന്തേ അവരടുത്ത് വരാത്തത്? രണ്ട് കാര്യങ്ങളിലാണ് ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യാറ്. ഒന്ന് ധനത്തിൻ്റെ കാര്യം വരുമ്പോൾ, മറ്റൊന്ന് റിലേഷൻ്റെ കാര്യം വരുമ്പോഴാണ് പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് നടക്കാനായിട്ട് വൈകിപ്പോകുന്നത്. ഇന്ന് ബന്ധത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ സംഭവിക്കുന്നത് ആദ്യം നമ്മുടെ നിരാശയാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിരാശ എന്ന് പറയുന്നൊരു ഫീലിംഗ്, അത് നമ്മുടെ ഉപബോധ മനസ്സിനെ ടോട്ടലി ഡിപ്ലീറ്റ് ചെയ്യുന്ന സാധനമാണ്. മീൻസ് അതിൻ്റെ പൂർണ്ണമായിട്ട് ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നാത്ത, ഫിസിക്കലി കൂടി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എന്നെക്കൊണ്ട് ഒന്നിനും വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നു പോകുന്ന ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനൊരു നിമിഷത്തിലാണ്. ഞാൻ പരിശ്രമിച്ചു നോക്കി, ഇന്നലെ 24 hours മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കി, ഇന്നലെ മുഴുവൻ ഞാൻ ആ തോട്ട് കണ്ടു അവരെന്നെ വിളിക്കണമെന്ന്, എന്നിട്ട് കോൾ വന്നിട്ടില്ല. സോ ഡിപ്രസ്ഡ്, എന്നെക്കൊണ്ട് പറ്റില്ല, അതൊന്നും അത്രയും അകന്നു പോയിട്ടുണ്ടാവായിരിക്കാം. പിന്നെ ഓർക്കുന്ന മുഴുവൻ ആ ദുഃഖം മാത്രമായിരിക്കും. ഇനി ഈവൻ പലപ്പോഴും വിഷ്വലൈസേഷനിൽ ആ ഒരു നല്ല മൊമെൻറ്റ്സിനെ ഓർക്കുന്ന നിമിഷത്തിൽ കൂടി ദുഃഖം പലരെയും കീഴ്പ്പെടുത്താറുണ്ട്. കഷ്ടം, അവരെനിക്ക് നഷ്ടമായില്ലേ. ആ ഒരു നല്ല മൊമെൻറ്റ് വന്നാൽ അടുത്ത സമയം എന്താ ഓർമ്മിക്കുക? കഷ്ടം, അവരെനിക്ക് മിസ്സായില്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം കാണുമ്പോൾ, ഓ ഇത് അവർക്ക് ഇഷ്ടമായിരുന്നു, കഷ്ടം, അവരെനിക്ക് ഇല്ലാണ്ടായില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു ഫീലിങ്ങിനും പിന്തുടർച്ചയായിട്ട് വരുന്നത് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഫീലിംഗാണ്. മീൻസ് അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തുന്ന ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഒരു റിലേഷൻ വീണ്ടും ഒന്നിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തകർന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് വീണ്ടും ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തകർന്ന ഒരു ബന്ധത്തെ നന്നാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻ ഏത് തന്നെയാണെങ്കിലും അതിനെ ഓർത്തോർത്ത് നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നിടത്തോളം കാലം ആ ബന്ധത്തെ നിങ്ങൾക്ക് നന്നാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ എനർജി ലെവലിൽ നിന്ന് മാത്രമാണ് പവർഫുള്ളായിട്ടുള്ള ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ നിരാശയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ആ നിരാശ നമ്മുടെ കൂടെ വരുന്നതായിട്ടൊരു ഭയം ഉണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എനിക്കിപ്പോൾ ആരുമില്ല. ഉണ്ടാവും, നിങ്ങളെ സ്നേഹിക്കാനും നമ്മളെ കെയർ ചെയ്യാനും ചുറ്റും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അങ്ങനൊരു മാനസികാവസ്ഥയിൽ അമ്മയുടെ സ്നേഹം വേണ്ട, അച്ഛൻ്റെ സ്നേഹം വേണ്ട, അല്ലെങ്കിൽ സഹോദരൻ്റെ സ്നേഹം വേണ്ട, എന്നെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്, ഇവരുടെ മാത്രം ഓർമ്മയിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക. അതിനു വേണ്ടിയുള്ള ദാഹം, മറ്റെല്ലാവരുടെയും സ്നേഹത്തിന് മൂല്യം നമുക്ക് ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് അങ്ങനൊരു നിമിഷം വരുന്ന സമയത്ത് നിങ്ങൾ എത്ര കൂടുതൽ അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ അത്രയും കൂടുതൽ നിങ്ങളുടെ ഊർജ്ജം താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിലേഷനെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എനർജി ഉള്ളവർക്കേ എനർജി കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടേ പറ്റൂ. അതുകൊണ്ട് ഒറ്റയ്ക്കാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓക്കെ ഇറ്റ് ഹാപ്പൻഡ്,
സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി വീണ്ടും വീണ്ടും അത് ഓർത്തിട്ടും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിട്ടും നമുക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് പ്രസൻറ്റിലൂടെ അതിനെ പവർഫുള്ളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചെയ്യേണ്ടത്. അതിന് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഒന്നും ചെയ്യാനുള്ള മൂഡില്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ മൂഡിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. രാവിലെ 8 to 9 ഞാൻ ഇക്കാര്യം ചെയ്തിരിക്കും, 9 to 10 ഈ കാര്യം ചെയ്തിരിക്കും. അതും ഒറ്റയ്ക്ക് ചെയ്യാതെ ഒരു ടീമിൽ നിങ്ങൾക്ക് എത്ര കൂടുതൽ സമയം അത്തരം സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ആ മുറിനെ ഉണക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് വേണ്ടതായിട്ടുള്ള നല്ല നല്ല ബുക്സ്, ആ സമയത്ത് വേർപിരിഞ്ഞു പോയത്, ഭർത്താവ് മരിച്ചു പോയത്, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച് പോയത്, ഇങ്ങനെയുള്ള നോവൽസും കാര്യങ്ങളും എടുത്ത് വായിക്കാൻ നിൽക്കരുത്. അത്തരം ഫിക്ഷൻസ് കുറേയും കൂടെ നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തുകയുള്ളൂ. ഹൈലി പോസിറ്റീവായിരിക്കുന്ന നല്ല ബുക്സ് എടുത്ത് വായിക്കുക, നല്ല വീഡിയോസ് കാണുക, സത്സംഗത്തിന് വേണ്ടി പോവുക. കഴിയുമെങ്കിൽ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിങ്ങൾക്ക് ഏത് അവസ്ഥയിലും കയറി ചെല്ലാവുന്ന ഒന്നാണ്. അവിടെ ഭഗവാൻ 4 കൈ നീട്ടി നിങ്ങളെ സ്വീകരിക്കും. അവിടുത്തെ ജ്ഞാനം പഠിക്കൂ, മനസ്സിനെ ശക്തിശാലിയാക്കൂ. മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ആ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഭഗവാനുമായുള്ള സംബന്ധത്തിൻ്റെ സുഖത്തിലേക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എല്ലാം നേടിയ ഒരാനന്ദം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ സുഖം അതൊന്നും പറഞ്ഞറിയിക്കാനാവില്ല. അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും മരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ സ്ഥാനത്ത് ഭഗവാനെ അനുഭവിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിലെ നഷ്ടങ്ങളൊക്കെ ഇത്ര വലിയ സുഖം തരാനായിരുന്നു ഭഗവാനെ എന്ന് നിങ്ങൾ മാറ്റി തിരുത്തി ചോദിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഒറ്റപ്പെടാതെ ആ സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ ആ ബന്ധത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ സ്ഥാപിച്ചുകൊണ്ട് ഈശ്വരനോട് സംസാരിച്ചുകൊണ്ട് ആ ഒരു തുറന്ന ആശയവിനിമയത്തിൻ്റെ സുഖവും ആനന്ദവും ശക്തിയുമാക്കി നിങ്ങളെ പരിവർത്തനപ്പെടുത്തണം. മൂന്നാമത്തൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന, പാട്ട് പഠിക്കുന്നവരാണെങ്കിൽ അത്, ഡാൻസ് ആണെങ്കിൽ അത്, ഇത് രണ്ടും സാധ്യമല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിലാണെങ്കിൽ അത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുകയും അതിലേക്ക് നിങ്ങളെ ഫുൾ എൻഗേജ്ഡ് ആക്കുകയും ചെയ്യുക. ഈ 3 കാര്യങ്ങൾ, ഒന്ന് നിരാശയ്ക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക, രണ്ടാമത് ആ സ്ഥാനത്ത് ഭഗവാനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ടും സുഖവും അനുഭവിക്കുക, മൂന്നാമത്തെ നിങ്ങളെ ഫുൾ പ്ലാൻഡ് ആക്കിക്കൊണ്ട് എൻഗേജ്ഡ് ആക്കുക. ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ പതുക്കെ ഓരോ പ്രാവശ്യവും ആ ദുഃഖത്തിൻ്റെ സ്മൃതിക്ക് പകരം അവിടെ നിങ്ങൾക്ക് ശക്തമായിരിക്കുന്ന ആക്ടിവിറ്റിയുടെയും ഹാപ്പിനെസ്സിൻ്റെയും വൈബ്രേഷൻ വരാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞിട്ട് അതിനുശേഷം ആ ഒരു ദിവസത്തിൻ്റെ എൻഡിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവിടെ ഓർത്ത് കരയല്ല ചെയ്യുക, മറിച്ച് ആ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ ഓർക്കുമ്പോഴത്തേക്കും കരച്ചിലാണ് നമുക്ക് വരിക. അതിന് പകരം സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ഇങ്ങനെ എവിടെയാണോ എനർജി ലെവൽ നഷ്ടമാവുന്നത് അവിടെയാണ് ഒരു നല്ല ബന്ധം, റിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ പറയുന്നത് എന്താണ്? ഗിവിങ് ആൻഡ് ടേക്കിംഗ് ഓഫ് ലവ്, ലൈറ്റ് ആൻഡ് എനർജി എന്നാണ്. സ്നേഹവും പ്രകാശവും ശക്തിയും നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഷെയറിങ്ങിനെയാണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രകാശം കുറഞ്ഞാലും എനർജി കുറഞ്ഞാലും അതിൻ്റെ ശക്തി കുറഞ്ഞാലും ആ റിലേഷൻ്റെ ശക്തി അവിടെ കുറയും. അതുകൊണ്ട് ആ പ്രകാശം നമുക്ക് കൊടുക്കാനാവണം, ആ ഒരു എനർജി നമുക്ക് കൊടുക്കാനാവണം, ആ ഒരു നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് കൊടുക്കാനാവണം. കൊടുക്കണമെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ നിറയ്ക്കാനാവണം. അതുകൊണ്ട് ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിലൂടെയും നല്ല പോസിറ്റീവായിരിക്കുന്ന ആക്ടിവിറ്റീസിലൂടെയും നമ്മളെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് ആ ഒരു അവസ്ഥയെ അതിജീവിക്കുകയാണെങ്കിൽ നിസ്സംശയം ഏതൊരു തകർന്ന ബന്ധത്തിനെയും നന്നാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഈശ്വരനുമായി ഒരു ശ്രേഷ്ഠ ബന്ധം സ്ഥാപിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നല്ല ബന്ധങ്ങളെയെല്ലാം തിരിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.